SIR-ൽ പരാതികളും ആക്ഷേപങ്ങളും സമർപ്പിക്കാനുള്ള തീയതി ഈ മാസം 30 വരെ നീട്ടി. ജനുവരി 22-ന് അവസാനിക്കേണ്ട തീയതിയാണ് 30-ലേക്ക് നീട്ടിയത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗിക ഉത്തരവിറക്കി. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് മാറ്റമെന്ന് കമ്മീഷൻ അറിയിച്ചു. പി സഫാൻ ചേരുന്നുണ്ട്. സഫാൻ, എങ്ങനെയാണ് തീയതി നീട്ടിയിരിക്കുന്നത്? എന്താണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം? ധന്യ, സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം പരാതികളും ആക്ഷേപങ്ങളും സമർപ്പിക്കാനുള്ള തീയതി ജനുവരി 30 വരെയാണ് കമ്മീഷൻ നീട്ടിയിരിക്കുന്നത്. ഈ മാസം 22-ന് അവസാനിക്കേണ്ട തീയതിയാണ് ഇപ്പോൾ നീട്ടിയിരിക്കുന്നത്. ഇപ്പോൾ SIR-മായി ബന്ധപ്പെട്ടുള്ള ഹിയറിംഗ് നടപടികളും ഈ തെറ്റുകുറ്റങ്ങളും പരാതികളും ആക്ഷേപങ്ങളൊക്കെ സമർപ്പിക്കാനുള്ള സമയവുമാണ്. അതിനിടയിലാണ് വോട്ടർമാർക്ക് ഒരാഴ്ച കൂടി സമയം നീട്ടി നൽകിയിരിക്കുന്നത്. നേരത്തെ സുപ്രീം കോടതിയുടെ കർശന നിർദ്ദേശമുണ്ടായിരുന്നു. അത് പ്രകാരം കേരളമടക്കമുള്ള 12 സംസ്ഥാനങ്ങൾക്ക് ഈ തീയതിയിൽ മാറ്റമുണ്ട്. അതിനപ്പുറത്തേക്ക് കേരളത്തിൽ അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുക ഫെബ്രുവരി 21-നാണ്. ഈ തീയതിയിൽ മാറ്റമില്ല. ഹിയറിംഗ് നടപടികൾ ഫെബ്രുവരി 14 വരെ നടക്കും. ഈ തീയതിയിലും മാറ്റം ഉണ്ടാവുകയില്ല. നേരത്തെ തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് ഈ 21-ന് പ്രസിദ്ധീകരിക്കുന്ന അന്തിമ വോട്ടർ പട്ടിക പ്രകാരമായിരിക്കും കേരളത്തിലടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക. അതിനുള്ള മുന്നോട്ട് പോക്ക് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതിനപ്പുറത്തേക്ക് ആക്ഷേപങ്ങളും പരാതികളും ഉന്നയിക്കാനുള്ള സമയം ഒരാഴ്ച കൂടി നീട്ടി നൽകിയിരിക്കുന്നു. ഇനി മുന്നോട്ടുള്ള ഉത്തരവുകളിൽ ഈ അന്തിമ പട്ടിക അടക്കം പ്രസിദ്ധീകരിക്കുന്നതിൽ മാറ്റം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിലും കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല. നേരത്തെ കേരളം അടക്കമുള്ള സംസ്ഥാന സർക്കാർ അടക്കമുള്ള ആളുകൾ സുപ്രീം കോടതിയിൽ ഉന്നയിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന തീയതി അടക്കം നീട്ടി നൽകണമെന്നൊരു ആവശ്യമായിരുന്നു ഉന്നയിച്ചിരുന്നത്. അതിനെ തുടർന്നായിരുന്നു സുപ്രീം കോടതിയുടെ ഇടപെടൽ. ഈ ആക്ഷേപങ്ങളും പരാതികളൊക്കെ ഉന്നയിക്കാനുള്ള സമയം നീട്ടി നൽകണമെന്ന് സുപ്രീം കോടതിയാണ് കമ്മീഷനോട് നിർദ്ദേശിച്ചിരുന്നത്. ആ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ പരാതികളും ആക്ഷേപങ്ങളും ഉന്നയിക്കാനുള്ള തീയതി ഒരാഴ്ച നീട്ടിയിരിക്കുന്നത്. ധന്യ.